അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ കുറച്ച് ഉണങ്ങിയ വാഴയില എടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗപ്പിക്കും സിലോപ്പിക്കും കുറേ നാളെ നമ്മൾ ഫുഡ് കൊടുത്തിട്ട്, അപ്പോൾ നമ്മൾ അവർക്ക് ഇച്ചിരി ഓർഗാനിക് ഫുഡൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ വാഴയിൽ കുറേ ബാക്ടീരിയസ് ഉണ്ട്, അപ്പോൾ അവരൊക്കെ അതിനെ കഴിച്ചോളും. അത് നമ്മുടെ സിലോപ്പിയുടെ ടാങ്കിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ സിലോപ്പിക്ക് പുതിയ ടാങ്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ടാങ്കിൽ അവർ കിടക്കുന്നത്. പിന്നെ നമ്മുടെ ബ്ലാക്ക് ഗപ്പിയുടെ ടാങ്കിനകത്തിലോട്ടും എന്തേ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്ലാക്ക് ഗപ്പിയുടെ വീഡിയോസ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ് ചാനലിൽ പോയി കഴിഞ്ഞാൽ. അവന്മാരുടെ ടാങ്കിൽ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രഗ്നൻറ്റ് ഗപ്പീസിനെ ഇട്ടതിനകത്തുനിന്ന് നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരുടെ ടാങ്കിനകത്തിലോട്ട് നമ്മളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ബാക്ടീരിയാസിനൊക്കെ ഇത്രയും ചെറിയ പ്രായത്തിൽ അവർക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതിന് വേണ്ടി കൂടെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തത്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഗപ്പിക്കുളം. ഇത്രയും വലിയൊരു കുളമാണ്. ഇപ്പോൾ ഞാൻ അടച്ചു വെച്ചേക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. അതിനകത്തിലോട്ട് ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്, അത്യാവശ്യം അവർക്ക് കഴിക്കാനുള്ളത്. പിന്നെ നമ്മുടെ അന്നത്തെ പട്ടിക്കുട്ടി അവൻ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. ഇവനെ പറ്റിയൊരു പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യണം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും നല്ല പേര് നമ്മൾ ഇവന് ഇടുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ.